ദിവസം എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അനുവിന്റെയും അരുണിന്റെയും സങ്കല്പത്തിലെ ഇണയെ കിട്ടിയത് കൊണ്ട് അവളാണെങ്കിൽ വളരെ ആഹ്ലാദത്തിലാണ്. രണ്ടുപേരും കൈപിടിച്ച് പുതുജീവിതത്തിലേക്ക് പ്രവേശിച്ചു. വിവാഹത്തിന് മുൻപ് ഇരുവരും ദിവസവും മണിക്കൂറുകൾ സംസാരിക്കാറുണ്ടായിരുന്നു. സിനിമയെക്കുറിച്ചും വസ്ത്രത്തെക്കുറിച്ചും ആഭരണങ്ങളെക്കുറിച്ചും ഫോട്ടോഷൂട്ടിനെ കുറിച്ചും ഹണിമൂൺ ട്രിപ്പിനെ കുറിച്ചൊക്കെ ആയിരുന്നു അവർ സംസാര വിഷയം. എന്നാൽ ഒരു തവണ പോലും വിവാഹ ജീവിതത്തിലെ ഉത്തരവാദിത്വങ്ങളെക്കുറിച്ചോ കുടുംബജീവിതത്തെക്കുറിച്ചോ കുടുംബ ബന്ധങ്ങളെക്കുറിച്ചോ സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ചോ ജോലിയെക്കുറിച്ചോ ആത്മീയ കാര്യങ്ങളെക്കുറിച്ചോ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചൊന്നും ഒരു വാക്കുപോലും നമ്മൾ സംസാരിച്ചിട്ടില്ല. ഒറ്റ ദിവസത്തെ ചടങ്ങിന് വേണ്ടി മാസങ്ങൾ ലീവ് എടുത്തവർ അതായത് അവർ ഒരുങ്ങി. എന്നാൽ ജീവിതകാലം മുഴുവൻ നിലനിൽക്കേണ്ടതായ ജീവിതത്തെക്കുറിച്ച് ഒരു മണിക്കൂർ പോലും സംസാരിച്ചിട്ടില്ല. എന്നാൽ മൂന്നാമത്തെ ദിവസം അവരുടെ ജീവിതത്തിൽ പൊരുത്തക്കേടുകൾ കണ്ടു തുടങ്ങി. അവൻ എന്നെ മനസ്സിലാക്കുന്നില്ല എന്നും അവൾ എന്നെ കരുതുന്നില്ല എന്നും ഒക്കെ ഉള്ളതായ പരാതികൾ ഒന്നിനുമേൽ ഒന്നായി വന്നു തുടങ്ങി. 7-ാം ദിവസം അനുവിന്റെ അച്ഛന് ഒരു കോൾ വന്നു. മകളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, ഉടനെ പുറപ്പെടുക എന്നായിരുന്നു സന്ദേശം. ആശുപത്രി വരാൻ അതിലെ ബെഞ്ചിൽ തളർന്നിരിക്കുമ്പോൾ അദ്ദേഹം വിതുമ്പി, മകളെ എത്ര ലക്ഷം മുടക്കിയാണ് ഞാൻ അവന്റെ കൂടെ നിന്നെ പറഞ്ഞയച്ചത്, എന്റെ വിധി ഇതായല്ലോ. ഇത് കേട്ട് അടുത്തിരുന്ന ഒരു വയോധികനായ സുവിശേഷൻ ഇങ്ങനെ പറഞ്ഞു, വിവാഹം കേവലം ഒരു ചടങ്ങല്ല, ദൈവം മുൻപാകെയുള്ള ഉത്തരവാദിത്വമാണ്. ജ്ഞാനത്താൽ ഭവനം പണിയപ്പെടുന്നു, വിവേകത്താൽ അത് സ്ഥിരമാക്കപ്പെടുന്നു. സദൃശവാക്യം 24:3. എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പീൻ. കൊലോസ്യ ലേഖനം 3:14. വിവാഹം നടത്താൻ ഒരു ദിവസത്തെ ഒരുക്കം മതി, എന്നാൽ കുടുംബജീവിതം നയിക്കാൻ ഒരു ജീവിതകാലത്തെ മുഴുവൻ ഒരുക്കം വേണം. ഈ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക.